ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. സ്ഥിരമായി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് LCM കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അത് പല വിധത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് LCM കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൽ വലിയ നമ്പറിനെ മറ്റ് നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ LCM എന്ന് പറയുന്നത് ആ വലിയ നമ്പറായിരിക്കും. ഉദാഹരണത്തിന് 4, 12. ഇതിൽ വലിയ നമ്പറിനെ നമുക്ക് മറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. അതുകൊണ്ട് തന്നെ LCM എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഇനി അടുത്ത ഉദാഹരണം 8, 32. നമുക്ക് 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ LCM എന്ന് പറയുന്ന ഏത് നമ്പറായിരിക്കും? 32 ആയിരിക്കും. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുക. 6, 3, അതുപോലെ തന്നെ 18. നമുക്ക് 18നെ 6 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ LCM എന്തായിരിക്കും? 18 ആയിരിക്കും. സിമിലർലി നമുക്ക് 36നെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 36 ആയിരിക്കും. വളരെ എളുപ്പമല്ലേ നമുക്ക് LCM ഈ ഒരു രൂപത്തിൽ കണ്ടുപിടിക്കാനായിട്ട്? സാധാരണയായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുക? ഇങ്ങനെ എഴുതി നമ്മൾ LCM കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം എന്ന് പറയുന്നത് ഒത്തിരി എടുക്കും. അതുപോലെ തന്നെ പലർക്കും ഉത്തരം തെറ്റിപ്പോകാനായിട്ടും സാധ്യതയുണ്ട്. ഇനി നമുക്ക് എപ്പോഴും നമ്മുടെ വലിയ നമ്പറിനെ ഈ പറയുന്നത് പോലെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. ഉദാഹരണം 10, അതുപോലെ തന്നെ 15. ഇതിൽ നമ്മുടെ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വലിയ നമ്പറിൻ്റെ ഇരട്ടി എടുക്കണം. വലിയ നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 15ൻ്റെ ഇരട്ടി എത്രയാണ്? 30 ഈ 30നെ നമുക്ക് 10 കൊണ്ടും 15 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും. അപ്പോൾ നമ്മുടെ LCM എന്ത് വരും? നമ്മുടെ LCM എന്ന് പറയുന്നത് 30 വരും. 10ൻ്റെയും 15ൻ്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 30 വരും. ഓക്കെ. അടുത്തത് ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 8, അതുപോലെ തന്നെ 12. നമുക്ക് 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ 12ൻ്റെ ഇരട്ടി എടുക്കുന്നു. 12ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 24. ഈ 24നെ നമുക്ക് 8 കൊണ്ടും 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ LCM എന്ന് പറയുന്നത് 24 ഈ കേസിൽ. അതുപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, മൂന്നാമതായിട്ട് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 4, 9, അതുപോലെ തന്നെ 18. നമ്മൾ 18ൻ്റെ ഇരട്ടി എടുത്തു. 18ൻ്റെ ഇരട്ടി എത്രയാണ്? 36. 36നെ നമുക്ക് 9 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും. സോ നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ LCM എന്ന് പറയുന്നത് 36 ഈ കേസിൽ LCM ആയിട്ട് വരിക. മനസ്സിലായോ? ഇനി നമുക്ക് എപ്പോഴും ഈ ഇരട്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇരട്ടി എടുത്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിൻ്റെ 3 ടൈംസ് എടുക്കണം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പരിശോധിക്കുകയാണ്. ഉദാഹരണം പരിശോധിക്കുന്ന സമയത്ത് 2, 3, അതുപോലെ തന്നെ 8. അപ്പോൾ ഇതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് 8. 8ൻ്റെ ഇരട്ടി എടുത്തു. 16നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ 3 കൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ 2 ടൈംസ് എടുത്തു. 2 ടൈംസ് എടുത്തിട്ട് പറ്റിയില്ല. നമ്മൾ എന്തിനും 3 ടൈംസ് എടുക്കുന്നു. വലിയ നമ്പറിൻ്റെ 3 ഇരട്ടി എടുക്കുന്നു. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. 24നെ നമുക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? LCM എന്ന് പറയുന്നത് 24 ഈ കേസിൽ. അടുത്തൊരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുകയാണ്. 10, അതുപോലെ തന്നെ 15, ദെൻ 20. നമുക്ക് 20നെ നമുക്ക് 10 കൊണ്ടും 15 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. 20ൻ്റെ ഇരട്ടി എത്രയാണ്? 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. 40നെ 10 കൊണ്ടും 15 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. ദെൻ നമ്മൾ 3 ടൈംസ് എടുക്കുന്നു. 3 ടൈംസ് എത്രയാണ്? 20ൻ്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 60. 60നെ നമുക്ക് സാധിക്കുമോ? സാധിക്കും. 15 × 4 60 എന്ന് പറയുന്നത്. 10 × 6 60 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? LCM എന്ന് പറയുന്നത് 60 ഈ ഒരു കേസിൽ നമുക്ക് LCM ആയിട്ട് വരിക. ഇനി നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സുകൾ തമ്മിൽ ചില സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും കാണില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ LCM കണ്ടുപിടിക്കും? സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സുകൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള
ബന്ധവുമില്ലെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണ് 7 അതുപോലെ തന്നെ 8. 7 8 നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ ഒരു കോമൺ ആയിട്ടുള്ള ബന്ധവും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് LCM കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, എയും ബിയും, ഈ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 8 എത്രയാണ്? 56. സോ 56 ആയിരിക്കും നമ്മുടെ LCM ആയിട്ട് വരിക. LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? LCM എന്ന് പറയുന്നത് ഈ കേസിൽ 56. അതായത് നമ്മുടെ നമ്പേഴ്സ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുകയാണ്. 3 5 2. ഇതിലും നമ്മൾ നമ്പേഴ്സിനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കോമൺ ആയിട്ട് നമുക്കൊരു ബന്ധം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇതിൻ്റെ LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? LCM എന്ന് പറയുന്നത് ഈ 3 നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമ്പേഴ്സ് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. ഓക്കെ, 2 × 5 × 3. ഓക്കെ, 10 × 3 എത്രയാണ്? 30. നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? LCM എന്ന് പറയുന്നത് 30 ഈ ഒരു കേസിൽ. ഇത്ര എളുപ്പമാണ് നമുക്ക് LCM കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ സാധാരണയായിട്ട് എക്സാമിന് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ കാണില്ല. അപ്പോൾ നിങ്ങൾ ഇരുന്ന് ആലോചിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു ആൻസറിലേക്ക് വലിയൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ടൈം എടുക്കേണ്ടതായിട്ട് വരും. ടൈം എടുത്തു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും നിങ്ങളുടെ ധൃതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉത്തരം തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് LCM കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലാണ് നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളോ എന്തെങ്കിലും ഒരു കുറ്റോ കുറവുകളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുക. ഓക്കെ, അതിന് യാതൊരു തരത്തിലുള്ള ഹെസിറ്റേഷനും കാണിക്കാതെ എൻ്റെ അടുത്തത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.